ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഒരു ബെസ്റ്റ് ഗെയിം എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടെ സത്യം പറഞ്ഞാൽ. ഞാൻ ഇതുവരെ കളിച്ചിട്ടുണ്ട് ഒരു വട്ടം, പക്ഷേ ഞാൻ അത് അപ്പോഴേ ചത്തുപോയി, പിന്നെയും ചത്തുപോയി. എന്ത് ചെയ്യാനാ? നമ്മളൊന്നും പറയാൻ നേരെ നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് പോവാം ഗൈസ്. അപ്പം നമ്മളിവിടെ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല, നമ്മൾ സർവൈവൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഈസി തന്നെ മതി ഗൈസ്, ഇല്ലെങ്കിൽ പണി പാടും. വേൾഡിൻ്റെ പേര് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം. ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടാൽ മതി. എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് പറയുക. പിന്നെ ഗൈസ്, വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മൈൻക്രാഫ്റ്റിനെ പറ്റി എനിക്ക് ഡീപ്പായിട്ടൊന്നും അറിഞ്ഞൂടാ, ചിലതൊക്കെ മാത്രമാണ് അറിയുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരണം. അപ്പോൾ ഇവിടെ ലോഡിങ് ആയിട്ടുണ്ട്. വേൾഡ് ഇച്ചിരി ലോഡാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ വേൾഡ് ലോഡായി കേസ്. അപ്പോൾ ലോഡായപ്പോൾ ഫോറസ്റ്റ് കേസ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ഇതൊക്കെ എന്താ ഇങ്ങനെ, എന്തുവാ നമുക്ക് കളക്ട് ചെയ്യണം, അത് നിങ്ങൾ വലുതായ കാര്യമൊന്നും എടുക്കേണ്ട, ബേസിക് കാര്യങ്ങളാണ്, അതൊക്കെ എനിക്കറിയാം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇത് കളിക്കാൻ കയറിയപ്പോഴേ ഇത് ആണെങ്കിൽ രാത്രി ആവാറായപ്പോൾ മറ്റേ സാധനങ്ങൾ ഇറങ്ങും, അതിൻ്റെ ഏതോ ജന്തുക്കളൊക്കെ ഇറങ്ങും. ആ ജന്തുക്കളെ ഇറങ്ങിയാൽ അറിയാമല്ലോ, നമ്മളെ തല്ലിക്കൊല്ലും. എന്നെ കൊന്നൊന്നുമില്ല, അതിന് ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ കുറഞ്ഞ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് വുഡ് കളക്ട് ചെയ്യാം. ഇനിയും വേണം, അത്യാവശ്യം വുഡ് നമുക്ക് കളക്ട് ചെയ്യണം. ഒരു 10-12 മതി. ഓക്കെ, നമുക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, രാത്രി ആകുമ്പോൾ നമുക്ക് ബെഡ് ആവശ്യമുണ്ട്, പിന്നെ ഫുഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു വീട്, ഒരു വില്ലേജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം. വില്ലേജ് ഉണ്ടോ മൈൻക്രാഫ്റ്റ്? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ടില്ല. 2-3 വട്ടം ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. കളിച്ചിട്ടുള്ളൂ ഈ മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, നമുക്ക് കുറച്ച് സ്റ്റിക്ക് വേണം, പിന്നെ ബേസിക് ടൂൾസ് എല്ലാം ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കുക, ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഉണ്ടാക്കുക. ഓക്കെ, സ്റ്റിക്ക് ഉണ്ടാക്കി. കുറച്ചും കൂടെ ഇനി നമുക്ക് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, സോഡ് ഒരെണ്ണം, ആക്സ് ഒരെണ്ണം, പിക്കാക്സ് ഒരെണ്ണം, ഷവല് നമുക്ക് പിന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ കൂർത്തിരിക്കുന്ന ഒരു സാധനമില്ലേ, ഹോയാ അങ്ങനെ എന്തോ, ആ സാധനം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് കുറവാണ് ഗൈസ്, കമൻറ്റും ലൈക്കൊക്കെ. എന്താണ് ഗൈസ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പറയുന്ന കാര്യം കമൻറ്റ് ചെയ്താൽ പോരെ, ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് ഫുഡിൻ്റെ ആവശ്യം വേണ്ടി വരും. നമുക്ക് ഫുഡില്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് വേറൊരു സാധനം ഷവല് വേണം. നമുക്ക് കുറച്ച് ഡർട്ട് വേണം. അതിന് മുമ്പേ ഡർട്ട് എടുക്കാം ഷവൽ വെച്ച്. ഷവൽ തന്നെ വേണമെന്നില്ല, നമ്മുടെ കൈ വെച്ചായാലും ചെയ്യാം, എന്നാലും ഷവൽ എടുത്തെന്നേ ഉള്ളൂ. നമുക്ക് ഗ്യാസ് എടുക്ക്. ഓക്കെ, ഇത് മൊബൈൽ കളിക്കുന്നത് ഭയങ്കര പാടാണ് ഗൈസ്, പറയാലോ. PC മേടിച്ചിട്ട് കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ കയ്യിൽ അത്രയ്ക്കുള്ള ഇതൊന്നുമില്ല. പൈസ വരണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ മോനെ, ലൈക്കും സബ്സ്ക്രൈബിൻ്റെ കാര്യം പറഞ്ഞ സോംബി വന്ന്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ലൈക്കും സബ്സ്ക്രൈബും അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, അവർ വരുന്നുണ്ട്, അവർ ചാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് തീ പിടിച്ചു തുടങ്ങി, അവർ കാട്ടിനകത്തല്ലേ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അവർ ഇതുവരെ ചാവായിരുന്നത്. സോറി മോൻസ്, എനിക്ക് കുറച്ച് ഇത് വേണമായിരുന്നു, ഫുഡ് വേണമായിരുന്നു, അതുകൊണ്ടാണ്. വേറെ ഒന്നും വിചാരിക്കല്ലേ. ഓക്കെ, നമുക്കിനി ബൂള് കണ്ടുപിടിക്കണം. നമുക്ക് ഈ മരത്തിൻ്റെ വെള്ളം കയറി ഒന്ന് നോക്കിയാലോ. നോക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇത് കാടായതുകൊണ്ട് വലുതായിട്ടൊന്നും കാണാനും പറ്റുന്നില്ല. നല്ല നീളമുള്ള മരവും നോക്കണം. പിന്നെ നമുക്ക് എന്തായാലും ബെഡ് വേണം ഗൈസ്. ബെഡില്ലെങ്കിൽ രാത്രി പണി പാടും. പിന്നെ വീട് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. വീടുണ്ടാക്കാൻ പറ്റുമായിരിക്കും. പിന്നെ പറ്റുമെങ്കിൽ നമുക്കൊരു വില്ലേജ് ഈ വീഡിയോ തന്നെ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കണ്ടുപിടിക്കണം. വില്ലേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പലവരും അതായത് ഫോക്സോ വൂൾഫോ എന്താണെന്ന് അറിഞ്ഞൂടാ. നമുക്ക് അടിച്ചു നോക്കാം. ഒരൊറ്റ അടിക്കകത്ത് അത്ര ഉള്ള ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ വില്ലേജ് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
അപ്പോൾ ഞാൻ ഒരു വൂള് കളക്ട് ചെയ്തിട്ടുണ്ട് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി. ഇനി നമുക്ക് 2-3 വൂള് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ബെഡ് ഉണ്ടാക്കുമോ എന്തോ. ഈ വീഡിയോയിൽ തന്നെ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാണ്. പിന്നെ ഈ ബേസിക് കാര്യങ്ങൾ അറിയാവുന്ന ആൾ ഇങ്ങനെ ചത്തുപോയി കഴിഞ്ഞാൽ നാണക്കേടാണ്. അതിന് മുമ്പ് കുറച്ച് ഡേർട്ട് നമുക്ക് എടുക്കണം. ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഡേർട്ട് എന്തിനാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും. ബിഗിനേഴ്സ് എല്ലാവരും ഡെർട്ട് വെച്ചിട്ടായിരിക്കും വീടുണ്ടാക്കുന്നത്. നമുക്കാണെങ്കിൽ പ്ലാങ്ക്സ് വെച്ചിട്ടുണ്ടാക്കാം. പ്ലാങ്ക്സ് വെച്ചിട്ടുണ്ടാക്കിയാലും പ്ലാങ്ക്സ് നമുക്ക് വേറെ കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് ഡെർട്ട് വെച്ച് പിന്നെ വുഡിനൂടെ ഒരു ക്ഷാമവും ഇല്ല. അത് വേറെ കാര്യം. അയ്യോ ക്രീപ്പർ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിച്ച്. ഓ കിട്ടി. അത് കിട്ടി ഗൈസ്. ലൈഫ് പോയി. ഹാഫ് ജീവനാണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ഞാൻ വിചാരിച്ച് പുറകിൽ ആക്രമിക്കുന്നത് മിക്കവാറും തന്നെ ക്രീപ്പർ തന്നെ. നമുക്ക് എന്തായാലും ക്രീപ്പർ ചെയ്തത് എന്തായാലും നല്ല കാര്യം തന്നെ. നമുക്ക് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നാലും നമ്മുടെ ലൈഫ് പോകുന്നു. എങ്ങാനും ഇവിടെ വെച്ചെങ്ങാനും ചത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ പിന്നെ ജീവിച്ചിട്ടുന്ന കാര്യമില്ല. നമുക്ക് കുറച്ച് ഇത് വേണം. ഞാൻ അവിടെ എന്തോ വെള്ളം കണ്ടല്ലോ, അത് എന്തുവാണ്? അത് അവിടെ ഒന്നും ഇല്ല, എനിക്ക് തോന്നിയായിരിക്കും. എന്തായാലും നമ്മൾ ഒളിഞ്ഞ് വേണ്ടി ഷീപ്പിനെ തെരഞ്ഞ് നടക്കേണ്ടി വരും. അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കേണ്ടി വരും. ഓ സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. കോളും പിന്നെ വേറെന്തോ ഒരു സാധനവും. നമുക്ക് എന്തായാലും സ്റ്റോൺ കളക്ട് ചെയ്യാം. പിന്നെ നമുക്ക് സ്റ്റോണിൻ്റെയൊക്കെ വാളും സാധനമൊക്കെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം. അകത്തോട്ടൊന്നും പോകണ്ട ഗൈസ്. അകത്തോട്ടൊക്കെ എന്തായാലും ജന്തുക്കൾ കാണും. നമുക്ക് ഈ പുറത്തുള്ള ഒരു ഇതിനകത്ത് ഒന്ന് കളിക്കാം. അതായിരിക്കും സേഫ് പ്ലേ. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഏത് റിസ്ക് എടുക്കാനും തയ്യാറാവും. സീനിൽ അവിടെ സ്പൈഡർ ഞാൻ കണ്ട്. നമുക്ക് ഈ കോളും കൂടെ എന്തായാലും വന്നതല്ലേ, കോളും കൂടെ അങ്ങ് കളക്ട് ചെയ്തേക്കാം. പിന്നെ ഈ വുഡൻ പിക്കാക്സൊക്കെ ഉപേക്ഷിക്കണം. ഈ സ്റ്റോൺ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അതെന്താണ് കോളാണ് അല്ല ഗൈസ്, ഡെർട്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ വേറെ എന്തെങ്കിലും സാധനമായിരിക്കും എന്ന് വിചാരിച്ച്. കോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻജാൻമെൻ്റ് ഒക്കെ ചെയ്യാം. അല്ല എൻജാൻമെൻ്റ് ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അതെനിക്ക് അറിഞ്ഞൂടാ. ഓർസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻജാൻമെൻറ്റ് കിട്ടുമായിരിക്കും. എന്തോ ഒരു കോഴി നമുക്ക് വിശക്കുന്നുണ്ട്. തല്ലിക്കൊന്ന്. ഓക്കെ ഫോക്സ് നമ്മൾ ആക്രമിക്കും. നേരത്തെ ആക്രമിച്ചില്ല. നമ്മുടെ ലൈഫ് വീണ്ടും കുറഞ്ഞു. എൻ്റെ മോനെ, ഇത് പണിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നൈസ്, ഇത് പണിയാവും. നമുക്ക് ബെഡ് ഉണ്ടാക്കാം. സോ ഗൈസ്, നമ്മളൊരു വീടുണ്ടാക്കിയിട്ട് നമ്മുടെ പുറകിലായിട്ടുണ്ട് എന്തോ ഒരു സൂമി ഇരിക്കുന്നത്. നമ്മുടെ പുറകിലായിട്ടാണ്. ഇപ്പം കാണിക്കാം ഒരു മിനിറ്റ്. യെസ്, ഇതാണ് നമ്മുടെ വീട്. നമുക്ക് ഞാൻ ഡെർട്ട് വെച്ചാണ് ഉണ്ടാക്കിയത്. ഇതിൽ പ്ലാങ്ക്സ് ഉണ്ടായിരുന്നു, അതൊന്നും വെച്ചുണ്ടാക്കിയില്ല. അതിനൊക്കെ നല്ല അത്യാവശ്യം ആവശ്യമുണ്ട്. സൂര്യോദയം വോയിസ് എന്തായാലും നല്ല സൂര്യൻ. ഇപ്പോൾ ഉറങ്ങാൻ പറ്റും ഇല്ല. ഇറങ്ങി വരും. അത് നിങ്ങളെ മൈൻഡ് ആക്കണ്ട. പക്ഷേ അത് ഇനി ഉറങ്ങാൻ പറ്റുമായിരിക്കും. ഇനി എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.